മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ അദ്ദേഹത്തിന് മതത്തെക്കാൾ ഉപരി പ്രാധാന്യം ആധ്യാത്മികതയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ആധ്യാത്മികമായി കൂടി ധന്യധന്യമാക്കാൻ മഹാത്മാവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ജനാവലി ഭക്തജനങ്ങളുടെ ആരാധകരുടെ ചേർന്നിരിക്കുന്നത്. ആധ്യാത്മികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായിട്ടുണ്ട്. അത് സംജാതമായിരിക്കുന്നത് അത് മുഖ്യ സാന്നിധ്യമാണ് ഇവിടെ. കാരണം ഒരു ദർഗയുണ്ട്, ഒരു മഹാത്മാവ്, അത് ഹൈന്ദവ സംസ്കാരത്തിലും ഒരു മഹാത്മാവിൻ്റെ സമാധി മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ആരാധ്യമായിട്ടുള്ളൊരു ഇവിടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും വരാനിരിക്കുന്നവർ എല്ലാവർക്കും ഈ ദിവസത്തിന് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വിനോദായിട്ടുള്ള എല്ലാ നാട്ടുകാരും അതുപോലെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ദിവസത്തിന് ചെയ്യുന്ന ഈ നല്ലൊരു ഉത്സവമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിൽ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വാക്കുകൾ പറയുന്നില്ല. ഈ ചെറിയ കാലയളവിൽ എൻ്റെ ആശംസകൾ തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ദർഗയിലായാലും അമ്പലത്തിലായാലും സ്നേഹ സന്ദേശത്തോട് സന്ദേശം വഹിച്ചുകൊണ്ടാണ് നമ്മുടെ മതപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ മനുഷ്യ രാജ്യത്ത് നമുക്ക് വേണ്ട എല്ലാ മതങ്ങളെയും എല്ലാ ജാതിക്കാരെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട്
നടക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇത്തിരി നമുക്ക് സുരക്ഷാ ബോധമുള്ളത്. നമുക്കറിയാം മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിൽ ബുൾഡോസറുകളും വാളുകളും ഒക്കെ നമ്മുടെ നേരെ ചുരുപ്പായി വരുമ്പോൾ ഇവിടെ നല്ല പുഷ്പങ്ങൾ അലങ്കരിച്ചുള്ള രഥങ്ങളും അതുപോലെ തന്നെ നല്ല നബിദിന ജാഥകളും ഒക്കെ ഇവിടെ നടന്നു പോകുന്നുള്ളത് നമ്മുടെ ഈ മത ഐക്യബോധം അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഐക്യം, ഈ ബന്ധം, ഈ സ്നേഹബന്ധം, ഈ കൂട്ടിച്ചേർക്കൽ, ഈ മനസ്സിലാക്കൽ എപ്പോഴും നമ്മളിൽ ഉണ്ടാവണമെന്ന് ഈ ഉറൂസിൻ്റെ ഒരു സന്ദേശമായി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വാക്ക് സമ്മതിക്കുന്നു. Actually, my instinctive language is English, so I will mostly speak in English. I can see so many people have gathered here, so many dignitaries here, and this is purely because of a soul that has departed long back, Tamil Upapa, and his influence in your society, in your culture, in your upbringing. I can see so many people have gathered, and it's after hundreds and hundreds of years that we still see him as a divine soul who has departed us and has an influence in our belief system. And this is not a small thing. Okay, and you can see so many people here gathered and taking his blessings still under the name of Allah, and that's a great thing. So I wish you all a very happy and prosperous Urus, and celebrate it with full of divine blessings, and may God this Urus brings you the prosperity required to you and your family. മഹാനവറുകളുടെ പേരിൽ 2 വർഷത്തിലൊരിക്കൽ കഴിച്ചു വരാനുള്ള ഒരു സാഹചര്യം. തീർച്ചയായും ഈ നാടിൻ്റെ മത ജാതി വർഗ വ്യത്യാസമില്ലാതെ ഒരു സുരരാഗ പ്രവാഹമായി വരുന്ന 10-15 ദിവസങ്ങളിലായി ഇവിടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും സഹായത്തിൽ അംഗീകരിച്ചുകൊള്ളുന്ന തങ്ങൾ ഉപ്പാപ്പ ഉറൂസിലെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ 2 വാക്കുകൾ. തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടി. എല്ലാ മതവിഭാഗങ്ങളെയും മുതൽ ജനുവരി 17 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് ചീരമ്പ ഭഗവതി ഭജനാ സംഘത്തിൻ്റെ എല്ലാവിധ ആശംസകളും. നമ്മുടെ നാടിൻ്റെ മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏത് വർഷമായാലും തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് തുടക്കം കുറിക്കുമ്പോൾ കാസർഗോഡിൻ്റെ ഒരു സന്ദേശം അഭിമാനത്തോടുകൂടി സുഹൃത്തിൻ്റെ സന്ദേശം ഇവിടെ സാക്ഷാത്കരിക്കുക. അമ്പല കമ്മിറ്റി ഭാരവാഹികൾ, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ നമ്മൾ അവിടത്തേക്ക് എത്തിക്കുന്നുണ്ട്. അത് വളരെ ಸন্তೋಷದ ವಿಷಯമാണ്. ಹಾಗೆ ಈ ನೆಲ್ಲಿಪೂಜೆ ಉಪ್ಪಾಪ ಉಡಿಸ್ ಹಲವು ವರ್ಷಗಳಿಂದ ಇಲ್ಲಿ ನಡೀತಾ ಬಂದಿದೆ. ಬಹಳ ಸುಂದರವಾಗಿ ಮೂಡಿ ಬರ್ತಾ ಇದೆ. ಹಾಗೆ ಎಲ್ಲ ಜಾತಿ ಮತ ಭೇದ ಯಾವುದಿಲ್ಲದೆ ಎಲ್ಲರೂ ಇಲ್ಲಿ ಕ್ಷೇತ್ರದಲ್ಲಿ ಒಗ್ಗೂಡುವುದೊಂದು ಬಹಳ ಸುಂದರವಾದಂಥ ಸಮಯ. ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ಎಲ್ಲರೂ ಒಟ್ಟಿಗೆಯಿಂದ ದೇವರು ಒಂದು, ಎಲ್ಲ ಯೇಸು, ಅಲ್ಲ ಈಶ್ವರ, ಎಲ್ಲ ದೇವರು ಒಂದೇ ಅಂತ ನಮ್ಮ ಪ್ರಯತ್ನದಿಂದ ನಾವು ಮುಂದಿದ ಯಾವ ಒಂದು ಕಹಳಕ್ಕೆ ಕಾರಣವಾಗುವುದಿಲ್ಲ. ಹಾಗೆ ನಮ್ಮ ದೇವರು ನಮ್ಮ ವಿಶ್ವಾಸ, ಆ ವಿಶ್ವಾಸದಿಂದ ನಾವು ಮುಂದುಗಿದರೆ ಯಾವ ಒಂದು ತೊಂದರೆ ಇಲ್ಲ. ಹಾಗೆ ಎಲ್ಲರೂ ಒಗ್ಗಟ್ಟಿನಿಂದ ഈ കാര്യക്രമ ഇത് ആ ഒരു സമുദായത്തിന് മാത്രമുള്ളതല്ല, കാസർഗോഡിൻ്റെ അഭിമാനമാണ്. കാസർഗോഡ് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. തളങ്കരയിലായാലും ഞങ്ങൾക്ക് നമ്മൾ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ഉറൂസാണ്. പക്ഷേ ഇവിടെ ഈ നഗരത്തിൽ നമ്മൾ പല ആൾക്കാരും പല രീതിയിലും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. തളങ്ക ചീരമ്പ ക്ഷേത്രത്തിൻ്റെ
അവിടുത്തെ ബ്രഹ്മകലശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഉത്സവങ്ങളെ ബന്ധപ്പെട്ട് നമ്മുടെ എത്രയോ പ്രാവശ്യം മാലിക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് കലവറ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിക്കുന്ന ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റികൾ പലപ്പോഴും അവിടെ ഉത്സവം നടക്കുമ്പോൾ ഒരു ആതിഥ്യമര്യാദ സ്വീകരിച്ചുകൊണ്ട് അവിടെ വരാറുണ്ട്. ഏതായാലും നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഇങ്ങനെയുള്ള ഒരു ഉറൂസ് ഈ നാടാകെ പ്രവചിക്കുമ്പോൾ തീർച്ചയായിട്ടും കാസർഗോഡ് അഭിമാനിക്കാവുന്ന ഒരു സംഭവം മാറട്ടെ എന്ന് ഓർമ്മയില്ല. ഞാൻ ജനിച്ചു വരുന്ന ആളാണെന്ന്. ഇപ്പോൾ ഞാൻ മംഗളത്താണ് താമസം. എന്നെ നിൽക്കുന്ന MLA അവരുടെ എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കട്ടെ. നമസ്കാരം. ഏറ്റവും സന്തോഷമായ ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളെന്ന് ചോദിച്ചാൽ നാളെ ചോദിച്ചാൽ 50 വർഷം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന് ഞങ്ങൾക്ക് എൻ്റെ മനസ്സിൽ നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നു. ഈ പവിത്രമായ ഈ പുണ്യഭൂമിയിൽ ഈ മഖാം ഉറൂസ് എത്തിച്ചേരാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യ മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അന്തിമേകം നിസ്കരിക്കുന്ന കൃത്യമായിട്ട് നോമ്പ് നോൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടെങ്കിൽ അവനായിരിക്കും ആ ഗ്രാമത്തിൻ്റെ വിളക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ വിളക്ക് ഈ തമ്മൽ പൂപ്പ നഗരം ആയിരിക്കും. കൃത്യമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും ഇവിടെ ജാതിയോ മതമോ എന്നില്ലാതെ മനുഷ്യൻ എന്ന ആ ഒരു വാക്ക് മാത്രം കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഈ ധന്യ മുഹൂർത്തത്തിന് ഈ ആഘോഷത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നടന്നു 2 വർഷം നടക്കുന്ന തങ്ങളുപ്പാപ്പ ഉറൂസിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ കൊടികയറ്റം നടന്നിരിക്കുകയാണ്. ഇനി നീണ്ടു നിൽക്കുന്ന 10 ദിവസക്കാലത്തെ നമ്മുടെ മതപ്രവാസ പരമ്പരകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ നടക്കുന്നതോടൊപ്പം നമുക്കറിയാം, എല്ലാവരും പറഞ്ഞതുപോലെ മതസൗഹാർദ്ദങ്ങളുടെ ഏറ്റവും വലിയ കേദാരമായ ഒരു ഉറൂസാണ് നമ്മുടെ തങ്ങളുപ്പാപ്പയുടെ പേരിൽ എല്ലാ 7 വർഷം കൂടുമ്പോൾ നടക്കാറുള്ളത്. നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തുണക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസ അർപ്പിക്കുന്നു, നിർത്തുന്നു. നമ്മുടെ നെല്ലിക്കുന്ന് സാർ നമ്മളെ പാടി ക്ഷേത്രത്തിലേക്കും പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്ത് തന്നിരുന്നു. അതാണ് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സുരക്ഷിതമാണ്. നമ്മളെ നെല്ലിക്കുന്നിൽ MLA ലഭ്യങ്ങൾ കാസർഗോഡ് നടക്കുന്ന ഇതേ രീതിയിൽ എല്ലാവരും ഒന്നിച്ചു കൂടി ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉറൂസ് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസകൾ എല്ലാവരോടും സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. അതുപോലെ നമ്മളൊരു അമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ രൂപത്തിൽ എല്ലാവരും കാണുന്നു, ഉൾക്കൊള്ളുന്നു ഈ നഗരി എന്നുള്ളതാണ്. ഭാഷയുടെ പേരിൽ, വേഷത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ ആളുകൾ അറകൊല ചെയ്യുന്ന സമയത്താണ് ഇവിടെ ക്ഷേത്രസാരികരും സ്വാമിമാരും മറ്റ് എല്ലാ പേരിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ഒത്തുകൂടി ഇത് കാണുമ്പോൾ അത്ഭുതമെന്ന് പറയാം. ഇത് ഉത്തരത്തിൽ നിന്ന് കാണാൻ പറ്റില്ല. ഇവിടെ ഇവിടെ ശ്രീ ഭൂപതി ക്ഷേത്ര സ്ഥാനികരുണ്ട്. സ്വാമിജി വന്നു പോയി. കാഞ്ഞങ്ങാടിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ശ്രീ ഭൂപതി ക്ഷേത്രമുണ്ട്. ഞങ്ങളൊക്കെ തന്നെ പള്ളിയും അതുപോലെ ക്ഷേത്രത്തിൽ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെ ബാങ്കവിളി നിൽക്കുമ്പോൾ ക്ഷേത്രത്തിൽ ബഹുമാനിക്കുന്നു. ക്ഷേത്രത്തിന് ശംഖുതാരം മുഴുകുമ്പോൾ പള്ളിയിലെ ആളുകൾ ബഹുമാനത്തോടെ കേൾക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മതസ്വാർത്ഥത്തിൻ്റെ ഈറ്റിലും പോറ്റിലുമായി ഈ നെല്ലിക്കുത്ത് പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ, മുൻ ചെയർമാൻ PK മുഹമ്മദ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇവരൊക്കെ പേരുകൾ കാണുമ്പോൾ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അത് ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഈ ഉറൂസ് ഇവിടെ നടക്കുന്നത്. 2 വർഷത്തിൽ ഒരിക്കലെന്ന് പറയുമ്പോൾ പല ആളുകളും ഈ ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു മതത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിള ദിനമാണ് ഇത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ക്ഷേത്രത്തിലെ സ്ഥാനികന്മാർ, അതുപോലെ തന്നെ സ്വാമിജി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു
മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും.
QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Golden Diamonds. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.